പൈസയെ കുറിച്ച് പറയൂ. പിന്നീട് എപ്പോഴാണ് ഈ 5 ലക്ഷം പറയുന്നത്? അവസാനം ഇയാള് പറയാണ് ഇവനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ വിവരം പറഞ്ഞു എനിക്ക് 5 ലക്ഷം രൂപ കിട്ടണം. ഞാനാകെ ആരാണ് പറഞ്ഞത്? ഈ രതീഷ്, ഈ ബിരിയാണി അല്ല രതീഷ് അല്ല ദിനേശ്, ഈ ബിരിയാണി കഴിച്ച വ്യക്തി, പരാതിക്കാരൻ. അദ്ദേഹം പറയാണ് എനിക്ക് 5 ലക്ഷം കിട്ടണം, അതിന് 3 ലക്ഷം പോലീസുകാർക്കുള്ളതാണ്. SI അടക്കം പോലീസുകാർക്ക് 3 ലക്ഷം കൊടുത്ത് എനിക്ക് 2 ലക്ഷമാണ് എനിക്ക് കിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് തിരിച്ചു ഞാൻ വന്നിട്ട് അവർക്ക് പണം കൊടുക്കും. അപ്പോ ഞാൻ ഇവനോട് വീണ്ടും അവനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ 5 ലക്ഷത്തിലൊന്നും അല്ല, അതിന് ചേട്ടൻ ഇതിപ്പോ അവര് പറഞ്ഞില്ല ഇപ്പൊ തന്നെ റിമാൻഡിൽ പോക്കോട്ടെ, എനിക്ക് പരാതിയൊന്നുമില്ല, ചേട്ടൻ അത് അനുഭവിച്ചോ. അപ്പോ മാഡം ഞാൻ ഈ പണത്തിന്റെ മൂല്യം നോക്കിയിരുന്നോണ്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ നിയമവ്യവസ്ഥയില് ഇവരന്ന് റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ വധശ്രമത്തിനും പോസ്കോ ഇട്ട് റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ എന്റെ മകനും ഈ ജീവനക്കാരും പിന്നെ ഒരു 3 മാസം കഴിയാണ്ട് എനിക്ക് 1ാം കോടതിയും 2ാം കോടതിയും കഴിഞ്ഞ് ഹൈക്കോടതി അപ്പൊ തന്നെ ഇവന് ഒരു ബ്രീസ കാർ, ഒരു 10-15 ലക്ഷം രൂപ വരുന്ന ആ നീല കാർ ആ സീനിൽ കാണാം. അവന്റെ കാറില് അവൻ തന്നെ ഓടിച്ച് ഞാൻ ഇടത് സൈഡിൽ ഇരുന്ന് എന്റെ ഡ്രൈവർ പുറകിൽ ഇരിക്കുന്നത് വീട്ടിൽ വരുന്നു. അവനെ എന്റെ വീടിന്റെ മുൻവശത്ത് CCTVയുടെ മുമ്പിൽ ഞാൻ ലൈറ്റ് ഇട്ട് CCTVയുടെ അടിയിൽ ഇരുത്തിയിട്ടാണ് 8 കെട്ട് പണം, 50,000ന്റെ 8 കെട്ട്. ആദ്യം 4 ലക്ഷം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം എണ്ണി അവന്റെ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ ബാർഗൈൻ ചെയ്തു, നീ 4 ലക്ഷത്തില് തീർക്ക്. അപ്പം പറഞ്ഞു ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ 3 ലക്ഷം പോലീസുകാർക്കുള്ളതാണ്, SI അടക്കം പോലീസുകാർക്കുള്ളതാണ്, 2 ലക്ഷം എനിക്കുള്ളൂ, അതുകൊണ്ട് ഒരു കാരണവശാലും ആ പണം കുറയ്ക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഞാൻ എന്റെ പ്ലാസ്റ്റിക് കൂട്ടിന്ന് 1 ലക്ഷം കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഈ പണം ഈ വിഷയത്തിൽ ഈ ദിനേശ് പറയുന്നത്, ഇപ്പോൾ പറയുന്നത് നിങ്ങൾ CCTV കാണാൻ വേണ്ടി ഇതിങ്ങനെ പൈസ കൊടുത്തു, അതിനുശേഷം കാറിൽ വെച്ച് പണം തിരികെ വാങ്ങിയെന്നാണ് പറയുന്നത്. 5000 രൂപ മാത്രമാണ് അവർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. മാഡം ഈ 5000 രൂപ വാങ്ങിച്ചെങ്കിൽ ഇവന് അവിടെ പരാതി എഴുതി കൊടുക്കൂലോ. ഇവൻ പരാതി പിൻവലിച്ച് ഈ ഹ്യൂജ് മണി അവന് കിട്ടിയിട്ട് അവന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത എമൗണ്ട് അവന് കിട്ടി. അവൻ ഈ പണം വാങ്ങിച്ച് അവൻ കൂള സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് വണ്ടി ലോക്ക് ചെയ്ത് പണം അവന്റെ കാർ ഡ്രൈവറുടെ അവന്റെ സീറ്റിന്റെ അടിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് അവൻ സ്റ്റേഷനിലേക്ക് പോകുന്നു. ആണല്ലേ? താങ്കൾ പരാതി പിൻവലിച്ചാൽ അവിടെ ഹോട്ടലിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ദിനേശ് പരാതി പിൻവലിച്ചതെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഇവൻ ചെന്ന് SIയോട് പറഞ്ഞു, സാറേ എല്ലാം സെറ്റ് ചെയ്തു, എനിക്ക് പരാതി ഇല്ല. ഹോട്ടൽ ജീവനക്കാരൻ ഇവൻ പണം വാങ്ങിച്ച് എന്റെ സഞ്ചി അടക്കം ഇവന്റെ വണ്ടിയിൽ വെച്ചിട്ടാണ് SIയുടെ മുറിയിലേക്ക് ചെല്ലുന്നത്. SI എന്നെ വിളിച്ചു ചോദിച്ചു, എന്തായി? സാറ് പറഞ്ഞ മാതിരി എല്ലാം സെറ്റ് ചെയ്തു, അവൻ ചോദിച്ചതെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് 24-ാം തീയതി ഈ പണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഇവനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് കടത്തി വിടാനായിട്ട് ക്ഷമാപണമൊക്കെ എഴുതി മേടിച്ചു. ഒരു മഹേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ മലയാളത്തിൽ പറഞ്ഞ മാതിരി എഴുതി കൊടുത്തില്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്തു കടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരെ കൊണ്ടും ഇവനെ ഉപദ്രവിച്ചതായിട്ട് ക്ഷമാപണം വരെ എഴുതി വാങ്ങിച്ചതിന് ശേഷമാണ് പുറത്തു കടത്തിയത്. ഇവനെ പറഞ്ഞു വിട്ടു ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ആൾക്കാരെ ലോക്കപ്പിൽ നിന്ന് റിലീസ് ചെയ്ത്. താങ്കൾ പറയുന്ന അനുസരിച്ച് ഈ 3 ലക്ഷം രൂപ പോലീസുകാരെടുത്തു എന്നാണല്ലേ? 3 ലക്ഷം രൂപ ഇവൻ പറഞ്ഞത് SIക്കും പോലീസുകാർക്കും കൂടിയാണ് ഇവൻ മേടിച്ചത്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മേടിച്ചത്. പിന്നീടുള്ള പോലീസിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ ഇവനെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇവര് കൂടി പങ്കാളികളാണ്. ഇവനും ഈ SIയും തമ്മിലുള്ള ഫോൺ കോളുകളും പോലീസുകാരായിട്ടുള്ള ഫോൺ കോളുകളും ഒക്കെ അന്ന് പരിശോധിക്കണമെന്ന് ഞങ്ങള് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. താങ്കളോട് ഈ ജയേഷ് എന്ന് പറയുന്ന SIക്ക് എന്തെങ്കിലും പൂർവ്വവൈരാഗ്യമുണ്ടോ? ഈ ജയേഷിന്റെ പൂർവ്വവൈരാഗ്യം എന്ന് പറയുന്നത്, ഈ ജയേഷ് എന്റെ ഒരു സിസ്റ്ററിന്റെ മകള് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് കുറെ സാധനങ്ങൾ മോഷണം നടത്തി. ഒരു 9,600 രൂപയുടെ സാധനം സഞ്ചിയിലിട്ടിട്ട് ബില്ലടിക്കാതെ ഒരു ഗേറ്റ് വഴി കടന്നുപോയി. ഒരു പെൺകുട്ടി, ഒരു ബാംഗ്ലൂർ എന്തോ പഠിക്കുന്ന കുട്ടിയാണ്, ഒരു വലിയ കുട്ടിയാണ്. ആ കുട്ടി ഇത്രയും സാധനം മോഷ്ടിച്ചോണ്ട് പോയി. അപ്പൊ ഞങ്ങളുടെ ജീവനക്കാർ അവരെ പുറത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഈ സഞ്ചി അടക്കം പിടിച്ചോണ്ട് വന്നു. ഞങ്ങളുടെ അവരെ ഓഫീസിൽ ഇരുത്തി ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ ജയേഷ് എല്ലാം വിളിച്ചു പറഞ്ഞു. അവിടുത്തെ സ്റ്റേഷൻ ഇൻചാർജ് ആയിരുന്ന ഷുക്കൂർ എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടറാണ് വിളിച്ചു പറഞ്ഞത്. ആ സർക്കിൾ ഇൻസ്പെക്ടർ കേട്ട വശം തന്നെ ജീപ്പ് എടുത്ത് 2 ജീപ്പില് വന്നു. ഈ ഷുക്കൂറും വന്നു, കൂടെ ഈ ഗ്രേഡ് SI വേറൊരു ജീപ്പിൽ വന്നു കണ്ടു കഴിഞ്ഞപ്പോ ആക്സിഡന്റലി വന്നു കഴിഞ്ഞപ്പോ ഈ ജയേഷിന്റെ പെങ്ങളുടെ മകളാണ് ഈ മോഷണം നടത്തിയേക്കുന്ന ആള്. അപ്പോ അവിടെ കുറെ ആൾക്കാരുണ്ട്, 10-40 പേരുണ്ട്. അപ്പൊ ഈ ഷുക്കൂർ CI എന്നോട് റിക്വസ്റ്റ് ചെയ്ത്, ആവശ്യപ്പെട്ട ഇത് നമ്മുടെ ജയേഷിന്റെ പെങ്ങളുടെ മോള്, ആവശ്യപ്പെട്ട പ്രശ്നം ഉണ്ടാക്കല്ലേ, പരാതി കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഷുക്കൂർ CI തന്നെ അവിടെ ഇരുന്ന് ഇതിന്റെ മുഴുവൻ ബില്ല് ബാർകോഡ് അടിച്ചു നോക്കിയപ്പോ 9,600 രൂപയുണ്ട്. ഈ സ്ത്രീയുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അങ്ങോട്ട് 100-500 രൂപയേ കയ്യിലുള്ളൂ. അപ്പോ
ആ സാധനമൊന്നും പിന്നെ കൊണ്ടുപോയില്ല. എന്നോട് പരാതി കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പരാതി കൊടുത്തില്ല. അപ്പൊ ഇത്രയും ജനങ്ങൾ ഒരു 10-40 പേര് രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് കടയിൽ വന്നവരൊക്കെ കണ്ടു, ഈ സ്ത്രീനെ കണ്ടു. അത് ജയേഷിനെ ഈ സ്ത്രീനെ കയറ്റി പോവാനുള്ളത് ഉണ്ടായത്. അപ്പൊ ഇതുണ്ടായി ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് ആ കൂടി ഒരു ഇതുള്ളത് ഈ ജയേഷ് ഈ പോലീസുകാരൊക്കെ കൂടി ഈ ഒരു വൈരാഗ്യം വെച്ചിട്ട് അപ്പൊ പിന്നീട് എസ് ഐ പറയുന്നത് എന്നെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചു, ചേട്ടന്റെ ജീവനക്കാര് തല്ലിന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, ഞാനത് ചെയ്ത് തെറ്റായി. പിന്നീട് ഇങ്ങേര് വന്ന് ഞങ്ങളോട് ചർച്ചയ്ക്കൊക്കെ വന്നു. അപ്പോ ഒക്കെ ഇങ്ങേര് പറഞ്ഞിട്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്റെ മകന്റെ ഒക്കെ കാല് പിടിക്കാനായിട്ട് ഇദ്ദേഹം വന്നിരുന്നു. അപ്പൊ താങ്കൾക്കൊരു സംശയമുള്ളത് ഇത് മൊത്തത്തിലൊരു നാടകമാണ്, ഈ രണ്ടുപേർ അവർക്ക് വേണ്ടി വന്നതാണെന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ല, അത് മാഡം, അതായത് ഇവരുടെ പെരുമാറ്റം അനുസരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരും ഇവനായിട്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ പ്രീ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോ ഇവന് കുറ്റിപ്പുറത്ത് ഒരു റോയൽ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. അവിടുന്ന് സ്വഭാവ ദൂഷ്യത്തിന് ഇവനെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിട്ടാണ്. അപ്പോ ഇതിനുശേഷം എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ചെന്നപ്പോൾ അപ്പൊ ഈ പണം റിക്കവർ ചെയ്യാനായിട്ട് ചെന്നപ്പോ ഇവന്റെ ഒറിജിനൽ വീട്ടില് ഇവന്റെ ആദ്യത്തെ ഭാര്യ അത് താമസിക്കുന്നു. ആ വീട്ടില് അവന്റെ ഒറിജിനൽ ഭാര്യയുടെ വീട്ടിലല്ല ഇവൻ രണ്ടാമതൊരു സ്ത്രീയുടെ കൂടെയാണ് ഇവൻ താമസിക്കുന്നത്. ഇതൊക്കെ എനിക്ക് പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണ് കേട്ടോ. അപ്പൊ ഈ അന്വേഷിക്കാൻ പോയ മണ്ണുത്തി SHO ആണ് എന്നോട് പറഞ്ഞത് ഇവന്റെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോ ഇങ്ങനെ ആദ്യ ഭാര്യയുടെ ഇവന്റെ സ്വന്തം വീട്ടിൽ ചെന്നപ്പോ അവിടെ പരിശോധന നടത്തി, അവിടുന്ന് പണം കണ്ടെടുക്കാനായില്ല. അങ്ങനെ രണ്ടാമത്തെ വീട്ടില് ഇവന്റെ രണ്ടാം ഭാര്യയുടെ കൂടെയുള്ള വീട്ടിൽ ചെന്നപ്പോഴും അവിടെ നിന്നും പണം കിട്ടിയില്ല. അപ്പൊ മാഡം, ഈ വിഷയം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ പോലീസ് നടപടി ഇല്ലാണ്ടായിപ്പോ ഞാന് വീണ്ടും അത് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ബന്ധപ്പെട്ടു ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഇങ്ങനെ കമ്മീഷണറൊക്കെ ഇടപെട്ടാണെന്ന് തോന്നുന്നു. വീണ്ടും ഈ അന്വേഷണം മണ്ണുത്തി പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് അത് അന്വേഷണം ഊർജിതമായത്. ഇവനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അറസ്റ്റ് ചെയ്തു. പണം റിക്കവറി നടത്താത്തതുകൊണ്ട് ഇവന് 3 ദിവസം കഴിഞ്ഞപ്പോ ജാമ്യം കിട്ടി. പക്ഷെ പോലീസിന്റെ പിന്നീടുള്ള നടപടി മുഴുവൻ അവനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടായത്. അപ്പൊ താങ്കൾക്ക് കിട്ടിയിട്ടില്ലല്ലേ? പണം കിട്ടിയിട്ടില്ല. 5 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിച്ചു. അപ്പോ നമുക്ക് പണനഷ്ടവും മാനഹാനിയുമാണ് നമുക്ക് കിട്ടിയ ഫലം. ഇവന് കിട്ടിയത്, ഈ മർദ്ദിച്ച SIക്ക് കിട്ടിയത് പാരിതോഷികം. ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കി. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിൽ കടവന്തറ സ്റ്റേഷനിൽ ഇദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ക്രമസമാധാന പാലനം നടത്തുന്നു. ഈ മർദ്ദിച്ച SI രതീഷ് അവധിയിൽ കൂടിയാണ്. അവധിയില് ആണോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവധിയിലാണ്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടക്കുന്നുണ്ട്. അപ്പൊ മാഡം, ഇവൻ കുറ്റക്കാരനാണ്, ഗുരുതരമായ കൃത്യവിലോപം നടത്തി പോലീസ് സേനയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ റിപ്പോർട്ട്, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ബിജു സ്റ്റീഫന്റെ റിപ്പോർട്ട്, കമ്മീഷണർ റിപ്പോർട്ട്, DIG മിസസ് അജിത ബീഗത്തിന്റെ റിപ്പോർട്ട്, IG നോർത്ത് സോൺ IG സേതുറാമിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇവനെതിരായിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കെ ഈ 1.5 വർഷമായിട്ട് 23 ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവന്റെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യോ, പ്രൊമോഷൻ കട്ട് ചെയ്യോ, സസ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവനെ സംരക്ഷിക്കുക. അപ്പൊ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവനെന്തോ സംഘടനയുടെ ഒക്കെ എന്തോ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോ സംഘടനയിൽ ഉണ്ടെങ്കിൽ ഇവനെ സംരക്ഷിക്കും എന്നാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഞാൻ എന്തായാലും ഇത് നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. ഞാൻ ഓൾറെഡി ഹൈക്കോടതി പോയി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി CBI അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിൽ തന്നെ ആ കേസ് ഇവനെ എതിരെ എടുത്ത FIR ക്വാഷ് ചെയ്തുകൊണ്ട് അവനെ കൂടി പ്രതിയാക്കി കേസ് പുനരന്വേഷണം നടത്താൻ വേണ്ടി തൃശ്ശൂര് ജില്ലാ മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടുണ്ട്. ഈ ഓർഡർ എനിക്ക് 3-4 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് എന്നോട് എന്റെ തൃശ്ശൂരത്തെ വക്കീൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവനെ പ്രതി ചേർത്തുകൊണ്ട്, ഈ SIനെ പ്രതി ചേർത്തുകൊണ്ട്, ക്രിമിനൽ കേസിലെ പ്രതി ചേർത്തുകൊണ്ട് പുതിയതായിട്ട് കേസ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കളുടെ ഈ സ്റ്റാഫിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ സ്റ്റേഷനിൽ. അത് ഈ നിങ്ങൾ എഴുതിയ പരാതി ഒപ്പിട്ട് കൊടുക്കാൻ പോയപ്പോഴാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിനു മുൻപ് തന്നെ പോലീസ് നിങ്ങളുടെ അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം കണ്ടിരുന്നോ? അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് കണ്ടിരുന്നോ? അവര് ഈ CCTV എല്ലാം എടുത്തുകൊണ്ട് പോയി. ഈ CCTVയിൽ ഒന്നും തന്നെ ഞങ്ങൾ ഈ
ദിനേശിനെ മർദ്ദിക്കുന്ന ഭാഗങ്ങളില്ല. അതിനുശേഷമാണോ ഈ മർദ്ദിച്ചിരിക്കുന്നത്? അതെ അതെ, അതിന് ശേഷമാണ് മർദ്ദിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങള് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ CCTV ഞങ്ങളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ എല്ലാ ആംഗിളിലും ഉള്ള ഹോട്ടലിന്റെ ആംഗിളിലും എന്റെ വീട്ടിലുള്ള ഇതെല്ലാം തന്നെ മറ്റേ സർട്ടിഫൈഡ് CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും മറയ്ക്കാനില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിലെല്ലാം തന്നെ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പരാതിക്കാരനായ ദിനേശിനെ ഹോട്ടൽ ജീവനക്കാർ ബിരിയാണി കുത്തിത്തിരുകയോ അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ വെളിവായിട്ടില്ല എന്ന് 15 പേജ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് 6/14 റോണിയുടെ ഇടത്തെ മോന്തമേ അടിച്ചു, വലത്തെ മോന്തമേ അടിച്ചു, ലിബിൻ ഫിലിപ്പിന്റെ മോന്തമേ അടിച്ചു. ഇതെല്ലാം ഈ റിപ്പോർട്ടിലുണ്ട്. താങ്കളുടെ കയ്യിലുണ്ട്. ഈ താങ്കൾ മനഃപൂർവ്വം തന്നെയല്ലേ അവരെ CCTVയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പണം കൈമാറിയതല്ലേ? അതെ അതെ അതെ, അതായത് പണം കൊടുത്ത് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ മാഡം അതിനൊരു മൂല്യമുണ്ടല്ലോ. ഞങ്ങള് ഈ ഹോട്ടല് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നടത്തിയാൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. ഹോട്ടലിൽ 45ഓളം പേര് ജീവനക്കാരുണ്ട്. ഒരു മാസം ഞങ്ങൾ 2 ലക്ഷം 3 ലക്ഷം രൂപ വീതം GST കൊടുക്കുന്ന ഹോട്ടലാ. ഗവൺമെന്റിന് വരുമാനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു വർഷം ഒരു 30 കോടി 35 കോടിയോടത്തോളം ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണ്. 175 ജീവനക്കാർക്ക് ഉപജീവനം നടത്തുന്ന ജോലി കൊടുത്ത ഒരു വ്യവസായ സംരംഭനാണ് എനിക്ക് 65-66 വയസ്സായി. എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് മകൻ രാജസ്ഥാനിലെ ആറ്റോമിക് എനർജിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടെ പ്രോജക്ട് മാനേജർ ആയിരുന്നു. ജോലി രാജിവെപ്പിച്ച് എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെ അടക്കം പിടിച്ചുവിട്ട് എന്നെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പണം കൊടുത്തത്. പണം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ആൾക്കാർ റിമാൻഡിൽ പോകും. ഞാൻ 5 ലക്ഷത്തിന് 50 ലക്ഷം മുടക്കിയാലാണ് പിന്നെ എനിക്ക് ഹൈക്കോടതിയിൽ നിന്നൊക്കെ ജാമ്യം കിട്ടി ഇവരെ ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പണം കൊടുത്തത്. എന്റെ ആൾക്കാരെ ലോക്കപ്പിൽ വെച്ചുകൊണ്ട് ഈ SI വില പേശുകയാണ് ചെയ്തത്. ശരി ശരി, വ്യക്തമാണ്. എന്തായാലും താങ്കൾ നിയമ പോരാട്ടം തുടരുമെന്ന് മനസ്സിലാകുന്നു. ശ്രീ KP ഔസേപ്പ് ഹോട്ടൽ ഉടമയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെ മർദ്ദിക്കുന്ന സ്റ്റേഷനിലെ ദൃശ്യങ്ങളും പുറത്ത് വിടണമെങ്കിൽ പണം 5 ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വീട്ടിലെ CCTV ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ഇതിന് തെളിവായി നിൽക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമ ഔസേപ്പ് നമ്മളോട് പ്രതികരിച്ചത്.